ആക്സിലേറ്റർ കൊടുക്കാണ്ട് കയറ്റം കയറി നോക്കിക്കോട്ടോ. ഞാറ്റോല പച്ചവള പുലുന്തളിക്കൊലുസേ വെണ്ണിവകരമാറ്റും കൊച്ചികൾ കിളവിയിലേക്കിനാക്കാനോ തന്നെ പോലെ ആങ്കിലും വേണ്ട ചൂട്ടലും വേണ്ട. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം അല്ലേ? അടിപൊളി. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൈഡ് കണ്ട പക്ഷേ ഞങ്ങൾ ഇപ്പം കടുത്തുരുത്തിയുള്ള സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഏറ്റുമാനൂരേക്ക് പോകുന്ന റൂട്ടിലാണ്. യെസ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും നല്ല അടിപൊളി യാത്ര കാണാം കേട്ടോ. നല്ല ഓഫ് റോഡ്, നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാവേ. നമ്മൾ ഈ ഇത്രയും വർഷത്തില് ഇങ്ങനൊരു ഓഫ് റോഡ് ഓടില്ല, വല്ലാത്തൊരു ഓഫ് റോഡായി ഒരു വഴി തന്നെയാണ് മക്കളെ. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതലായിട്ട് കയറ്റവും ഹെവി കയറ്റവും പോരാത്തിന് നല്ല വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ നീട്ടിക്കുന്നില്ല, ഇങ്ങനെ വീട്ടിലേക്ക് നമുക്ക്. അപ്പോൾ ഞങ്ങൾ റോയൽ കാറ്ററിംഗ് സർവീസിലേക്ക് പോകുന്ന വഴിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 സ്ഥലത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു. ഈ റോഡ് കണ്ടില്ലേ, ഇതേപോലെ റോഡ് പൊളിഞ്ഞ വലിയ കയറ്റമായിരുന്നേ. ശരിക്കും നല്ലോണം വലിയ മുട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഇറക്കവും ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. ഇനി ഏകദേശം ഒരു 300 മീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ അവരേക്ക്. ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഇത് അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. പോട്ടെ ഇത് വേണ്ടോ, ഇതേപോലെ നല്ല ജങ്കാറായിട്ടുള്ള കുഴിയുള്ള സ്ഥലത്തൂടെ ആയിട്ട് നമ്മളെ വണ്ടി കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കയറിയതും ഇറങ്ങിയതും. ഏകദേശം ഇപ്പം മനസ്സിലാകുന്നില്ല. ഇതേപോലെ തന്നെ ഒരു കയറ്റം കൂടെ കയറാനുണ്ട്. എന്നിട്ട് വേണം ഇനി ഇതേപോലെ തിരിച്ച് ഇറങ്ങാനുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും അടിപൊളിയായി, നല്ല അടിപൊളി റോഡാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യം എന്താണ്, നല്ല പണിയായിരിക്കും വണ്ടിക്ക്. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് റേസിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ആൽവിൻ ബ്രോൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ വന്നപ്പോൾ വണ്ടിയൊക്കെ എല്ലാവരും കൗതുകത്തോടു കൂടി നോക്കി. അങ്ങനെ കുറച്ച് സമയം അവരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എങ്ങോട്ട് വിട്ടു, അടുക്കളയ്ക്ക് വിട്ടു. അവിടെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുമ്പ് അങ്ങോട്ട് കുത്തി നിറച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ അതിൻ്റെ ക്ഷീണത്തിലായിരുന്നു യാത്ര. അപ്പോൾ ഞങ്ങൾ നമ്മുടെ റോയൽ കാറ്ററിംഗ് സർവീസ് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങുന്ന ഒരു സീനുണ്ടായിരുന്നു, അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് എടുത്തിരുന്നെങ്കിൽ ഒരു ബമ്പൻ ഇതായേനെ. ഹലോ ഗൈസ്. അയ്യോ, നല്ല ഇറക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. ഇനിയിപ്പം നമ്മുടെ ഏറ്റുമാനൂരേക്കുള്ള യാത്രയിലാണ്. ഇത് കുറച്ച് കുഴപ്പമില്ലാത്ത റോഡാന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും പിടിച്ചാൽ കിട്ടുമല്ലേ? കുഴപ്പമില്ല, നോക്കാം. റിവേഴ്സിനോ? റിവേഴ്സിൻ്റെ ആവശ്യം വരും. ഇവിടെ വരാൻ സാധ്യത എന്തായാലും തെന്നുന്നോണ്ടേ പിടിച്ചാൽ നിൽക്കില്ല. എന്തായാലും നിൽക്കൂല, കാരണം ഇതൊരു സംഭവം നോക്കി റോഡ് നോക്കി നല്ല വെള്ളവും പോകുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല സ്ലിപ്പറിയുമാണ്. സോ നമ്മുടെ ബ്രേക്കിൽ ചിലപ്പോൾ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അടുത്ത പറമ്പിലുണ്ടാവും, നല്ല അടുത്ത വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പോയി ചോറൊക്കെ കഴിച്ച് കുഴപ്പമില്ലല്ലേ? പക്ഷെ നമ്മളിപ്പോൾ ഒരു സേഫ്റ്റി നിർബന്ധമാണല്ലോ അല്ലേ? അതെ. പക്ഷെ നമ്മൾ ആ ഇറങ്ങുന്ന വീഡിയോ കൂടെ എടുക്കണേന്നല്ലേ? 1.5 വീഡിയോ ആയിരുന്നു മോനെ. ഞങ്ങള് 4 പേര് ഫ്രണ്ടിന്ന് 3 പേര് ഫ്രണ്ടിന്ന് തള്ളി പിടിച്ചിട്ടാണ് അവിടെ ഇറക്കിയത്. നല്ല കുഴി, അത് കാണുന്നുണ്ടാവുള്ളൂ. സൈക്കിള് പോകുന്ന കണ്ട ഈ ഷോക്കും കൂടി ഇല്ലെന്ന് ആലോചിക്കുന്നേ അല്ലേ? നോക്കണ്ട, വണ്ടി പിന്നെ വർക്ക്ഷോപ്പിൽ ഇറങ്ങൂലല്ലേ? ആ, ഇതിലാണല്ലേ? എന്തായാലും അടിപൊളി, നല്ല സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. കാട്ടുപ്രദേശങ്ങളെ കാട്ടുപോലെ ഈ റബ്ബറും ഇതൊക്കെ ഇട്ട് നല്ലൊരു കൂളിംഗ് പോലത്തെ ഒരു ഏരിയൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയല്ലേ? അതെ, ഒരു വയനാട് എത്തിയ പോലെ ഫീലൊക്കെ ഉണ്ട്. വയലും കണ്ടോ? വയലാണ് താഴെ കാണുന്നത്. വയല്, റബ്ബർ, ചെറിയ തോട് കൃഷികളൊക്കെ ആയിട്ട് ഇങ്ങനെ നൈസായിട്ട് പോവാണ്. നല്ല റോഡായിട്ടോ.
ഞങ്ങൾ നേരത്തെ വന്ന വഴിക്ക് റിട്ടേൺ പോയിരുന്നെങ്കിൽ നമ്മൾ പെട്ടണേ. ഇതാകുമ്പോൾ നല്ല റോഡാണ്, അതുകൊണ്ട് സുഖമായിട്ട് അങ്ങോട്ട് പോവാം. നിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കയലലകൾ പുൽകും തണുവലിയുമീരൻ കാറ്റിൻ ഇഴഞ്ഞാറിന്തരരാര കുളിരുലാവും നാട് നിറപൊലിയേറിയ നേരിയ പുതുമഴയേകുന്നോരരിയ നാളിതാ പാടാം കുട്ടനാടൻ ഈണം നിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരും തന്താന തന്തിന താന തനന്തിനം താനോ തന്താന തന്തിനം താന തനന്തിനം താനോ എന്നോട് കരിയുകൾ മണുതിരുമണമോ പെണ്ണിനുയർപ്പാലെ കാണാമോ ഞാറ്റോല പച്ചവള പുന്തളിക്കൊലുസേ പെണ്ണിവൾ കരമാറ്റും കൊച്ചികൾ കിളവിലേക്കിനാക്കാനോ തന്നെ പോലെ ആണ്ടിലും വേണ്ട പട്ടറും ഇവിടുന്ന് ആക്സിലേറ്റർ കൊടുക്കാണ്ട് കയറ്റം കയറി നോക്കിക്കോട്ടോ. റൈറ്റ് ടേൺ റൈറ്റ്. യെസ്, ആക്സിലേറ്റർ കൊടുക്കാണ്ട് വണ്ടി കയറി, അതും ചവിട്ടാതെയും വണ്ടി കയറി. വണ്ടി ഇങ്ങനെ കയറി വണ്ടിക്ക് എന്തോ ഭ്രാന്തായി നോക്കെ. ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? ഈ മഴയത്തും കാറ്റത്തും പോയണ്ട കപ്പയൊക്കെ ചോടോടുകൂടി പോയിരിക്കുകയാണ്. അവർക്ക് കഷ്ടപ്പാട് നോക്കിയൊക്കെ, എത്ര കഷ്ടപ്പാടാന്ന് നോക്കിയേ. നിമിഷ നേരങ്ങൾ കൊണ്ട് കാറ്റും മഴയും ഇല്ലാണ്ടായി കളയുന്നേ. മഴ വേണം, പക്ഷെ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ. ഏതായിരുന്നു മാഷിന് വല്ല ഓർമ്മയുണ്ടോ? രാത്രി ഇപ്പോൾ 9 മണിയായി, 9:30 സമയം. ഏറ്റുമാനൂർ ടൗണിലെത്തി. അപ്പോൾ ഇവിടെ പള്ളി നോക്കുമ്പോൾ എല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എല്ലാവരും പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ രണ്ടുപേരും ഇനി കടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മളെ ബെഡ്റൂം അത് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എല്ലാം സെറ്റാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഫുഡ് ദോശ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ദോശ ഉണ്ട്. പിന്നെ റോയൽ കാറ്ററിംഗുകാരൻ്റെ അവിടുന്ന് കറിയും കാര്യങ്ങളും ചിക്കനും അതും ഇതൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിക്കണം. ഇതാണ് നമ്മളെ ഇന്നത്തെ കിടക്കണ സ്ഥലം. ഇത് നമ്മളിവിടെയുള്ള ഒരു വലിയ പള്ളിയാട്ടോ.